IT ഗണിത ലാബ് പരീക്ഷ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കാണുന്ന പോലെ ഒരു വിൻഡോ ആയിരിക്കും കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ കാണുക. അതിലേക്ക് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. പ്ലീസ് വെരിഫൈ ദ രജിസ്ട്രേഷൻ. അപ്പോൾ അത് എസ് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ വരുന്ന ഒരു വിൻഡോ വരും. അതിൽ സ്റ്റാർട്ട് പ്രാക്ടിക്കൽ എക്സാം ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു നോക്കുക. സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്ലിക്ക് ഓക്കെ ടു ലോഡ് ദ ക്വസ്റ്റ്യൻ ലോഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാനൽ വിൻഡോ എന്ന് പറയുന്നത്. അവിടെ രജിസ്റ്റർ നമ്പർ കാണാം. സമയം 3 മണിക്കൂറാണ് പരീക്ഷയുടേത്. ഇപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഫിനിഷ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർട്ട് എക്സാം ബട്ടൺ ഉണ്ട്. പിന്നെ 6 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3, 4, 5, 6. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്കിതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് എഴുതേണ്ടത്. അത് ഫസ്റ്റ് ഇയറിലെ 3 എണ്ണം ആവാം, സെക്കൻഡ് ഇയറിൽ 1 എണ്ണം ആവാം, അല്ലെങ്കിൽ 2, 2 എന്നുള്ള തരത്തിലാവാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് 1, സെക്കൻഡ് ഇയറിൽ നിന്ന് 3 ആവാം. അപ്പോൾ ഞാനിതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റാർട്ട് എക്സാം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് മിനിമൈസ് ചെയ്ത് ഈ കോർണറിലേക്ക് മാറും. അതിൽ കറണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ കണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു PDF ഫോർമാറ്റിൽ അവിടെ വരും. നമുക്കതിനെ വലുതാക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ചെയ്യണമെങ്കിൽ ജിയോജിബ്ര വേണം. ഞാൻ ജിയോജിബ്ര തുറന്നെടുക്കുകയാണ്. ഓക്കെ, ജിയോജിബ്ര ഫയൽ തുറന്നു. ഇപ്പോൾ ഇത് സാധാരണ ജിയോജിബ്ര തുറന്നു വരും. ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുക, ഫുൾ സ്ക്രീനായിട്ട് കാണുന്നുണ്ടാവും. നമുക്കിതിനെ മിനിമൈസ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. മിനിമൈസ് ചെയ്തിട്ട് അപ്പോൾ ഇത് വല്ലാണ്ട് ചെറുതായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ആവശ്യമായ വലിപ്പത്തിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഡ്രാഗൊക്കെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ നീക്കി വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ദെയർ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇവിടെ ഇത് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. 5x - 5 ഫ്ലോർ ഫംഗ്ഷനാണ് എക്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഗ്രാഫ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഡൊമെയിൻ നമുക്ക് നോക്കിക്കൊണ്ട് പറയാൻ പറ്റും. കറണ്ട് ഡൊമെയിൻ ഈസ് ആർ. അതിൻ്റെ റേഞ്ച് 0 to 5 ആണ്. അതിലൊരു പ്രത്യേകതയുള്ളത് 0 ഉണ്ടാവും, പക്ഷേ 5 ഉണ്ടാവില്ല. അപ്പോൾ 0യുടെ അവിടെ ക്ലോസ്ഡും 5യുടെ അവിടെ ഓപ്പണും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളത് നോക്കിക്കൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ ചെയ്യാം. അത് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതുകയും വേണം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഗോ ടു ക്വസ്റ്റ്യൻ പാനൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കാണണമല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ചോദിക്കും വുഡ് യു ലൈക്ക് ടു ഫിനിഷ് ക്വസ്റ്റ്യൻ 1. ഞാൻ എസ് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ക്വസ്റ്റ്യൻ പാനൽ അവിടെ തുറന്നു വരും. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. അത് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മിനിമൈസ് പോകും. കറണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് വീണ്ടും അത് PDF ഫോർമാറ്റിൽ അത് വലുതായി വരും. ഇത് ജിയോജിബ്രയുടെ സഹായത്തോടെ ആൻസർ ചെയ്യുക. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ആണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിന് 2 മാർക്കുണ്ട്. ആ അപ്ലറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാവും. ആ ടീച്ചറിനെ വിളിച്ചത് കാണിക്കണം. ഇതെങ്ങനെയാണ് ഇത് ആൻസർ എഴുതുന്നതെന്നൊക്കെ ഉള്ളത് മുന്നേ വർഷങ്ങളിലൊക്കെ നമ്മൾ എഴുതിയതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. ആൻസർ സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഈ വർഷത്തെ പുതുമ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു സൗകര്യം നമുക്കിത് ഇങ്ങനെ കോപ്പി ചെയ്തൊക്കെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു സൗകര്യം. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മളത് ഗോ ടു ക്വസ്റ്റ്യൻ പാനൽ എന്ന് പറഞ്ഞ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രോംപ്റ്റ് വരും, വീണ്ടും പാനലിലേക്ക് പോകും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. കറണ്ട് ക്വസ്റ്റ്യൻ വീണ്ടും കാണുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ പാനലിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ സീക്വൻസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്തു, വീണ്ടും കറണ്ട് ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് വലുതാക്കി PDF ആയിട്ട് കാണുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഗോ ടു ക്വസ്റ്റ്യൻ പാനൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലത്തെ പ്രോംപ്റ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ 4 എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു നോർമൽ കളറാണ്. ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് റീവിസിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 1ാമത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് അവിടെ ഗ്രീൻ കളർ കാണുന്നത്. അപ്പോൾ 3 ചെയ്തിട്ടുണ്ട്, 4 ഞാൻ ചെയ്തിട്ടുണ്ട്, 5 പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. നമുക്ക് 5 വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫ് 4 ആണ് എടുക്കുക നമ്മൾ. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. അതും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് വരും, യു ഹാവ് ഓൾറെഡി ആൻസേർഡ് 4 ക്വസ്റ്റ്യൻ, വുഡ് യു ലൈക്ക് ടു കണ്ടിന്യൂ വിത്ത് മോർ. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കറണ്ട് ക്വസ്റ്റ്യനുള്ള ഇതിലേക്ക് വരും. അത് നോക്കിക്കൊണ്ട് നമുക്ക് അത് ആൻസർ ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും ഗോ ടു ക്വസ്റ്റ്യൻ പാനൽ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്തതിന് ശേഷം എല്ലാം പൂർത്തിയായതിനു ശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കുട്ടി തന്നെ ചെയ്യേണ്ടതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും പ്രാക്ടിക്കൽ എക്സാം സ്റ്റാറ്റസ്, ഡു യു വാണ്ട് ടു ഫിനിഷ് ദ എക്സാം, എസ് എന്ന് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒരു ചെറിയ വിൻഡോ വരും. ഇതിനകത്ത് ഒരു പാസ്വേഡ് കൊടുക്കാൻ പറയേണ്ട. അപ്പോൾ ഇത്രയും ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിക്കണം. അതായത് പരീക്ഷ നടത്താൻ വന്നെങ്കിൽ ടീച്ചറിനെ വിളിക്കണം. ആ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ടീച്ചറിൻ്റെ പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുട്ടികൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ടീച്ചറിനെ വിളിച്ചാൽ മതി, പാസ്വേഡ് ടീച്ചർ എൻ്റർ ചെയ്യും. നമ്മളത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോംപ്റ്റ് വരും, സക്സസ്ഫുള്ളി ഫിനിഷ് ദ എക്സാം. ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പരീക്ഷ പൂർത്തിയാവുക. ചില ചോദ്യങ്ങൾ ജിയോജിബ്ര അപ്ലറ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതായത് റെഡിമെയ്ഡ് അപ്ലറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ റെഡിമെയ്ഡ് അപ്ലറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ യൂസറിൻ്റെ ഹോമിലേക്ക് പോവുക. അവിടെ മാത്ത് ലാബ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ജിയോജിബ്ര അപ്ലറ്റ്സ് ഉണ്ടാവും. നമുക്ക് 2 റെഡിമെയ്ഡ് അപ്ലറ്റ്സ് ആണുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്ലറ്റ് അവിടെ കാണും. ഏത് ചോദ്യത്തിലാണോ അത് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം.